യൂട്യൂബർമാരെ നിങ്ങൾ ഓർക്കും ഞാനൊരു വീഡിയോ എക്സൈസുകാർ അങ്ങനെ ചെയ്തു ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ട് ഞാനിവിടെ പോയി പിന്നൊന്നും ഇട്ടില്ലല്ലോ. പക്ഷേ അവരെ ഞങ്ങളെ ഇരുത്തിയില്ല, ഞങ്ങൾ ഓടുമായിരുന്നു. ഞങ്ങൾ അത്രയും ഒരു യൂട്യൂബിലിട്ടത് കൊണ്ട് അവർ പിന്നെ ഞങ്ങൾക്ക് ഒന്നാതെ ചാനലിലൊക്കെ ഇത് വന്ന് ഞങ്ങളെ വാർത്തയാക്കി ഞങ്ങൾ ഭയങ്കര കച്ചവടക്കാരാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞതുകൊണ്ട് ഞങ്ങളൊരു വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഞങ്ങളെ വാടക വീട്ടിൽ നിന്ന് ഞങ്ങളെ ഒഴിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വാടക വീട് കിട്ടാനില്ല. ചെല്ലുന്നെ കഞ്ചാവ് കച്ചവടക്കാർക്ക് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ ഓട്ടമായിരുന്നു. ഓടി ഏതായാലും ഞങ്ങളുടെ സഹോദരങ്ങളുള്ളത് കൊണ്ട് ഇളയ അനിയൻ താമസം മാറിയതുകൊണ്ട് ഞങ്ങൾ കുടുംബത്ത് വന്നാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു വാടക വീട് പോലും കിട്ടുന്നില്ലായിരുന്നു. അവർ ചെയ്തതൊന്നും കുറ്റമല്ല. ചാനലിലെല്ലാം കൊടുത്ത് ഞങ്ങളെ അപമാനിച്ച് ഞങ്ങളിത് ചെയ്തു എന്നുള്ള ഇതിൽ. പക്ഷേ അവർ കൈക്കൂലി എടുത്ത് ഇതുപോലുള്ള പാവങ്ങളെ കൊണ്ട് ഒരുപാട് പേരെ കൊണ്ട് ഇവർ കച്ചവടം ചെയ്യിക്കുന്നുണ്ട്. എക്സൈസുകാർ കൈക്കൂലി മേടിച്ചുകൊണ്ട് ഒരുപാട് പേരെ കൊണ്ട് കഞ്ചാവും മയക്കുമരുന്നും ഇതുപോലെ കുപ്പിക്കച്ചവടം എല്ലാം നടത്തിക്കുന്നുണ്ട്. ആദ്യം അവരെയാണ് നിയന്ത്രിക്കേണ്ടത്. അതിൻ്റെ കൂടെ കയറുന്ന വീടുകളിലെല്ലാം റെയ്ഡ് ചെയ്യാൻ കയറുന്ന പെണ്ണുങ്ങൾ പൈസ സ്വർണവും മാറ്റുന്നുണ്ട്. എൻ്റെ 30,000 രൂപയെ ഒരു പവൻ്റെ സ്വർണ്ണമാണ് എൻ്റെ നഷ്ടപ്പെട്ടത്. ഇനിയും പുതിയ ഭരണക്കാർ വന്നവരെങ്കിലും ഈ എക്സൈസുകാരെ നിയന്ത്രിക്കണമെന്നല്ല, ഇവർ പൈസ മേടിച്ചുകൊണ്ട് കച്ചവടം നടത്തുന്നത് തടയണം. എക്സൈസുകാർ നല്ല ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അവരിൽ നിന്ന് കുറച്ച് പേര്, കൂടുതലും പെണ്ണുങ്ങളാണ്. പ്രത്യേകിച്ച് പത്തനാപുരത്തുള്ള ആ മുസ്ലിം ആ വനിത ഇപ്പം പറക്കോട് സിയായിട്ടിരിക്കുന്ന ആ ലേഡിയും, ഞാൻ അവരുടെ പേര് പറയുന്നില്ല, അവരും പുത്തൻചന്തയിലുള്ള ആ എക്സൈസുകാരനും ഇവരും ഇങ്ങനെ കുറേ പേര് 3-4 പേര് അവിടെ ഉണ്ട്. വ്യക്തിപരമായിട്ട് എനിക്ക് പറയാൻ പറ്റും. അവർ കൈക്കൂലി മേടിച്ചുകൊണ്ട് ഒരുപാട് പേരെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. അതുകൊണ്ട് ലേഡി ഉദ്യോഗസ്ഥർ വരുന്നവർ വീടുകളിൽ നിന്ന് പണവും സ്വർണവും അപഹരിക്കുന്നുണ്ട്. അത് ഞങ്ങൾ കള്ളന്മാരെക്കാട്ടിൽ ഇപ്പോൾ പേടിക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയതായിട്ട് കയറിയിരിക്കുന്ന ഭരണാധികാരികൾ, നമ്മുടെ കോൺഗ്രസ് നേതാക്കന്മാരെങ്കിലും ഇപ്പോൾ വന്ന് കയറിയിരിക്കുന്ന നിയമം നടപ്പാക്കാൻ കയറിയിരിക്കുന്ന ആൾക്കാർ ദയവ് ചെയ്ത് ഇവരെ നിയന്ത്രിക്കണം. ഈ എക്സൈസുകാർ വീടുകളിൽ കയറി മോഷ്ടിക്കുന്ന മോഷണം അതന്വേഷിക്കണം. ഈ കൈക്കൂലി കൊടുത്ത് പാവങ്ങളെ കൊണ്ട് സാധനം കച്ചവടം ചെയ്യിപ്പിച്ചിട്ട് അവർ കച്ചവടം ചെയ്യാതെയും കൈക്കൂലി കൊടുക്കാതെ ഇരിക്കുന്ന അവരെ മനഃപൂർവ്വം കേസിൽപ്പെടുത്തുകയും അവരെ ഇങ്ങനെ കുരുക്കി ഞങ്ങളെ ഓടിച്ച പോലെ ഞങ്ങൾ ഒരുപാട് ഓടി. ഞങ്ങൾക്ക് ഒരു വാടക വീട് പോലും കിട്ടാനില്ലാത്ത പോലെ ഞങ്ങളെ അതുപോലെ ഓടി. നാട്ടുകാർ പോലും ഞങ്ങളെ വെറുത്തു. എന്നാന്ന് വെച്ചാൽ ഒരു കഞ്ചാവ് കച്ചവടക്കാരനും ഒരു പുരുഷനും സ്ത്രീക്കും ആരും വാടക വീട് പോലും കൊടുക്കത്തില്ല. ജോലിയില്ല, വിക്രമിന് പണി കൊടുക്കാൻ പറ്റത്തില്ല എന്നാ പറയുന്നത്. അതുപോലെ ഞങ്ങൾക്ക് പണിയില്ല, ഞങ്ങൾക്ക് കയറിക്കിടക്കാൻ ഒരിടവില്ല. അങ്ങനെയൊക്കെ ആക്കിയത് ഈ എക്സൈസുകാരാണ്. ഈ പത്തനാപുരംകാരി എക്സൈസുകാരിയും ഈ പുത്തൻചന്തക്കാരൻ എക്സൈസുകാരനും അവരുടെ കൂടെയുള്ള 3-4 സ്റ്റാഫുകൾ, അതിൻ്റെ കൂടെ ഒരു ലേഡി കൂടെ ഉണ്ട്. അവരിത്രയും പേരും കൂടിയാണ് ഞങ്ങൾ ഇത്രയും വലച്ചത്. ഇനിയും ഇപ്പോൾ ഭരിക്കാൻ വന്ന ഭരണാധികാരികളെങ്കിലും എക്സൈസുകാർ കൈക്കൂലി മേടിച്ച് പാവങ്ങളെ കൊണ്ട് കച്ചവടം നടത്തിക്കുന്നതും അവരുടെ വീടുകളിൽ കയറുന്ന ലേഡി ഉദ്യോഗസ്ഥന്മാരെ വീടുകൾ കയറി നടത്തുന്ന മോഷണവും ഇതൊക്കെ നിർത്തലാക്കി പാവങ്ങളെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. രമേശ് ചെന്നിത്തല, ഞങ്ങളുടെ VD രമേശൻ സാറ്, എല്ലാ ബഹുമാനിക്കപ്പെടുന്ന എല്ലാ ആൾക്കാരും ഇത് ശ്രദ്ധിക്കണം. ഈ ആൾക്കാരെ നിയന്ത്രിക്കണം. ഈ വീടുകൾ കയറി പാവങ്ങളുടെ മോഷ്ടിക്കുന്നത്, എൻ്റെ 30,000 രൂപ ഒരു പവൻ്റെ സ്വർണ്ണമാണ് എൻ്റെ പോയിരിക്കുന്നത്. അതുപോലെ എന്നെക്കാട്ടി പാവം പിടിച്ച ഒരുപാട് പെണ്ണുങ്ങളുണ്ട്, കുടുംബക്കാരുണ്ട്. അവരൊക്കെ അധ്വാനിച്ചും കഷ്ടപ്പെട്ട് ഉറുമ്പ് കൂട്ടി വെക്കുന്ന പോലുള്ള പണം ഇവർ റെയ്ഡിന് വരുന്ന കൂട്ടത്തിൽ മോഷ്ടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണം. ഇതുപോലെ കൈക്കൂലി കൊടുത്ത് ഒരുപാട് പേരെ കൊണ്ട് കച്ചവടം ചെയ്യിക്കുന്നുണ്ട്. ഈ എക്സൈസുകാർ കൈക്കൂലി മേടിക്കുന്നത് നിർത്തലാക്കണം. ഈ മോഷണം നിർത്തലാക്കണം. ഞങ്ങളെപ്പോലുള്ള പാവങ്ങളെ രക്ഷിക്കണം എന്ന് താഴ്മയോട് അപേക്ഷിക്കുന്നു.